കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പോലീസിന് പുതിയ തെളിവുകൾ കിട്ടി. പീഡനത്തിന് ഉപയോഗിച്ച കത്തിയും ഡമ്പലുകളും കല്ലുകളുമാണ് കണ്ടെടുത്തത്. വിദ്യാർത്ഥികളെ കുത്തിമുറിവേൽപ്പിക്കാൻ ഉപയോഗിച്ച കോമ്പസും കണ്ടെടുത്തിട്ടുണ്ട്. ഈ റാഗിങ്ങിന് വിധേയമായ കുട്ടിയെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഈ കോമ്പസ് കൊണ്ട് ഇവർ കുത്തിയിരുന്നു. ക്രിമിനൽ സംഘമാണ് ഈ റാഗിങ് നടത്തിയത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, സത്യത്തിൽ ഇവരൊക്കെ വിദ്യാർത്ഥികളാണ് എന്ന് പറയാൻ പോലും നമ്മുടെ നാവ് അറച്ചു പോകും. അത്ര വൃത്തികെട്ട ക്രിമിനൽ പ്രവർത്തനമാണ് ഈ കോളേജിൽ ഇവർ കാണിച്ചു കൂട്ടിയത്. ഇവരൊക്കെയാണ് നാളെ നഴ്സസിൻ്റെ കുപ്പായമിട്ട് രോഗികളെ പരിചരിക്കാൻ ഇറങ്ങുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നു. പറയൂ ടോബി. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വെള്ള വസ്ത്രം ധരിച്ച് അവർ ആതുര സേവന രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളൊരു സംശയമാണ് പലരും. നമ്മൾ ഇന്നലെ മെഡിക്കൽ കോളേജിനുള്ളിൽ തന്നെയാണ് ഈ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജും ഉള്ളത്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വരുന്ന രോഗികളായിട്ടുള്ളവരും അവരുടെ കൂട്ടിരിപ്പുകാരുമൊക്കെ പലപ്പോഴും നമ്മൾ ഇന്നലെ ആ സംഭവ സമയത്തൊക്കെ അവിടെ നിൽക്കുമ്പോൾ പലരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. എസ് കെ എൻ, എന്തായാലും ഈ കേസിൽ ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് അല്ലെങ്കിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കണ്ണിയാണ് ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ളത്. അതായത് ഈ ക്രൂര കൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച കോമ്പസ്, അതുപോലെ തന്നെ ഡമ്പലുകൾ, അതുപോലെ തന്നെ ഈ തോർത്ത്, ഈ കാലും കൈയും കെട്ടിയിടാൻ ഉപയോഗിച്ച തോർത്തുകൾ, ഇതെല്ലാം തന്നെ പോലീസ് തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്ന മുറി, ഹോസ്റ്റൽ മുറി സീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ഇതെല്ലാം സീൽ ചെയ്ത് തെളിവായി ശേഖരിച്ച് വെച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസംബർ 13-ാം തീയതി നടന്ന ആ സംഭവം. അതിൻ്റെ തെളിവുകളാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചത്. മറ്റൊരു കാര്യം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഈ ദൃശ്യങ്ങൾ, അത് പോലീസ് ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഏതൊക്കെ മൊബൈൽ ഫോണുകളിൽ, ഈ പ്രതികളായിട്ടുള്ളവരുടെ മൊബൈൽ ഫോണുകളിലെല്ലാം ഈ ചിത്രങ്ങൾ, ഈ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നത് കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് മറ്റാർക്കെങ്കിലും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികളെ നിന്നും മൊഴിയെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് ഇന്നും പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രിൻസിപ്പാളിൻ്റെ മൊഴിയും അതുപോലെ തന്നെ വാർഡൻ്റെ മൊഴിയും മറ്റ് അധ്യാപകരുടെ മൊഴിയും എല്ലാം ശേഖരിക്കും. അവിടെ ഹൗസ് കീപ്പറായിട്ടുണ്ടായിരുന്ന ജീവനക്കാരൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്താൻ, വീണ്ടും വിശദമായി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് ഈ കേസിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഗാന്ധിനഗർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ASFൻ്റെ ഒരു മാർച്ച് കൂടി ഈ കോളേജിലേക്ക് നടക്കും. എസ് കെ. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.